ഒരാഴ്ചക്കിടെ 2 അപൂർവ സഹസ്രദള പത്മങ്ങൾ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ വിരിഞ്ഞ സന്തോഷത്തിലാണ് പെരുമ്പാവൂരിലെ 80 വയസ്സുകാരിയായ ശാരദ കുഞ്ഞമ്മ ടീച്ചർ. സംഗീതാധ്യാപികയായി വിരമിച്ച ശേഷം കൃഷിയിലും പൂന്തോട്ട പരിപാലനത്തിലും മുഴുകിയ ടീച്ചർ വളരെ ശ്രമപ്പെട്ടാണ് സഹസ്രദള പത്മം വിരിയിച്ചെടുത്തത്. ആദ്യമായുണ്ടായ സഹസ്രദള പത്മം ചേലാമറ്റം കോട്ടയിൽ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ ടീച്ചർ സമർപ്പിച്ചു. ഒരാഴ്ചക്കിടെ 2 അപൂർവ സഹസ്രദള പത്മങ്ങൾ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ വിരിഞ്ഞ സന്തോഷത്തിലാണ് കൂവപ്പടി മദ്രാസ് കവലക്കടുത്ത് ലക്ഷ്മി ഭവനിൽ കെ ശാരദ കുഞ്ഞമ്മ ടീച്ചർ. വേങ്ങൂർ മാർക്കൗമ ഹൈസ്കൂളിൽ നിന്നും സംഗീത അധ്യാപികയായി വിരമിച്ച ശേഷം കൃഷിയും പൂന്തോട്ട പരിപാലനവുമൊക്കെയായിട്ടാണ് ടീച്ചറുടെ ജീവിതം. വെള്ളയും ചുവപ്പും നിറങ്ങളിലുള്ള സാധാരണ താമരപ്പൂക്കൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെങ്കിലും ചുവന്ന നിറത്തിലുള്ള സഹസ്രദള പത്മം വിരിയുന്നത് ഇതാദ്യമായാണ്. കേരളത്തിന്റെ കാലാവസ്ഥയിൽ വളരെ അപൂർവമായി മാത്രം പുഷ്പിക്കുന്ന സഹസ്രദള പത്മം നെലുംബോൾ ലൂസിഫറ എന്ന ശാസ്ത്രീയ നാമത്തിലാണ് അറിയപ്പെടുന്നത്. ഏഷ്യൻ ലോട്ടസ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. അമേരിക്കൻ ലോട്ടസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നെലുംബോൾ ലൂട്ടിയയും 1000-ൽ പരം ഇതളുകൾ വിരിഞ്ഞുവരുന്ന ഗണത്തിൽപ്പെട്ടതാണ്. മൊട്ടിട്ട് 2 ആഴ്ച കൊണ്ടാണ് പൂവ് വിരിയുക. വിദേശ രാജ്യങ്ങളിലടക്കം മറ്റ് സ്ഥലങ്ങളിലെ കാലാവസ്ഥയിൽ വളർന്ന് പുഷ്പിക്കുന്ന ഇവയെ വളർത്തി പരിപാലിച്ചെടുക്കുക എന്നത് ഏറെ ശ്രമകരമാണ്. വയലിൽ നിന്നെടുക്കുന്ന ചെളിയിൽ വിത്തുപാകി മുളപ്പിച്ചും തൈകൾ വാങ്ങി നട്ടുമാണ് ടീച്ചർ വീട്ടുമുറ്റത്ത് സഹസ്രദള പത്മം വിരിയിച്ചെടുത്തത്. സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്ന ഇടങ്ങളിൽ വിരിയുന്ന താമരകൾക്ക് കാന്തിയേറുമെന്ന് ടീച്ചർ പറയുന്നു. പ്ലാസ്റ്റിക് ബേസിനിൽ നട്ടിട്ടുള്ള താമരകൾക്ക് ചാണകപ്പൊടിയും എല്ലുപൊടിയുമാണ് വളമായി നൽകിയിരുന്നത്. ചിലയിനം സഹസ്രദള പത്മത്തിൽ 800 മുതൽ 1600 വരെ ഇതളുകൾ ഉണ്ടാകും. വിരിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ ഇതളുകൾ കൊഴിഞ്ഞു തുടങ്ങും. ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായി പുരാണങ്ങളിൽ പറയുന്ന താമര വീട്ടുമുറ്റത്ത് വിരിയുന്നത് സർവൈശ്വര്യമാണെന്നാണ് ഹൈന്ദവ വിശ്വാസം. ആദ്യമായുണ്ടായ സഹസ്രദള പത്മം ശാരദ ടീച്ചർ ചേലാമറ്റം കോട്ടയിൽ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു. കേരളത്തിലെ ചൂടും മഴയും കലർന്ന അന്തരീക്ഷം 1000 ഇതളുള്ള താമരക്ക് അനുയോജ്യമല്ല എന്നാണ് വിലയിരുത്തലെങ്കിലും ഈ അടുത്ത കാലത്തായി കേരളത്തിൽ പലയിടങ്ങളിലും ഈ താമര വിരിഞ്ഞു കാണുന്നുണ്ടെന്നും അതിന് കാരണം കാലാവസ്ഥയിൽ വന്ന വ്യതിയാനങ്ങളായിരിക്കാമെന്നും ടീച്ചർ പറഞ്ഞു. ഇത് നടാനാണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ വലിയ ബേസിൻ, ആ ബേസിനകത്ത് നമ്മുടെ പാടത്തെ ചെളി കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ പച്ച ചാണകവും എല്ലുപൊടിയും കൂടെ ചേർത്ത് കൂട്ടിയിളക്കി മിശ്രിതമാക്കിയിട്ട് ആ ചെളിയിലാണ് ഈ നമ്മൾ നടന്ന തൈ വെച്ചു കൊടുക്കേണ്ടത്. ആദ്യം പാത്രം നിറയെ വെള്ളം നിൽക്കാൻ പാടില്ല. ആ തൈയുടെ വേണ്ട സമാന്തരമായിട്ടേ നിൽക്കാവുള്ളൂ. തൈ വളർന്ന് പൊങ്ങിത്തിറങ്ങുമ്പോൾ നമുക്ക് വെള്ളം നിറച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് എല്ലുപൊടി ഇങ്ങനെ കിഴി പോലെ കെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ പൂത്ത് വെച്ചു കൊടുത്താൽ മതി. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,